പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവകൃപയാൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആനന്ദത്തോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനങ്ങൾ 36:9. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവ് ഉണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ദൈവത്തിന്റെ പക്കൽ ജീവന്റെ ഉറവ് ഉണ്ട് എന്നുള്ളതാണ് ഈ വചനം നമ്മെ മനസ്സിലാക്കുന്നത്. ജീവന്റെ ഉറവ്, ജീവന്റെ ഉറവ് എവിടെ നിന്ന് കടന്നു വരുന്നു? ദൈവവചനത്തിൽ നിന്ന്. ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായ ഓരോ ശബ്ദങ്ങളാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ ജീവജന്തുക്കളെയും, ജീവജാലങ്ങളെയും, മൃഗങ്ങളെയും, പക്ഷികളെയും, മത്സ്യങ്ങളെയും ഒക്കെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ശബ്ദത്തിലൂടെയാണ്. 30 പ്രാവശ്യം ദൈവം പറഞ്ഞപ്പോഴാണ് ഈ ഭൂമിയിൽ ഉള്ള സകലതും ഉളവായി തീർന്നത് എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഓരോ സൃഷ്ടിയും എണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ആ വചനം കൊണ്ടാണ് ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെ ദൈവം സൃഷ്ടിച്ചത്. ആ വചനത്തിൽ നിന്നാണ് ജീവൻ കടന്നു വന്നത്. ആ ശബ്ദത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ വചനമാകുന്നു. ദൈവത്തിന്റെ ശബ്ദമാണ് വചനമായി നാം ബൈബിളിൽ പല ദൈവ മക്കളെ കൊണ്ട് ദൈവം എഴുതിയിരിക്കുന്നത്. ദൈവം അവരോട് പറഞ്ഞതായ ഓരോ വാക്കുകളാണ്, ഓരോ ശബ്ദങ്ങളാണ് അവർ കേട്ടത് വചനത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം അവരോട് സംസാരിക്കുന്ന ഓരോ വചനങ്ങളും നമ്മോടും സംസാരിക്കുന്നതായ വചനമാണ്. നാം വായിക്കുമ്പോൾ ചില വചനങ്ങൾ നമ്മെ സ്പർശിക്കുന്നത്, നമ്മോട് സംസാരിക്കുന്നതായി, നമ്മോട് ഇടപെടുന്നതായി ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ വചനത്തിലാണ് ജീവന്റെ ഉറവുള്ളത്. അതുകൊണ്ടാണ് നമ്മെ അത് സ്പർശിക്കുന്നത്, നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്. വചനം ഇന്നും പലതും സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. വചനം എടുത്ത് നാം പറയുമ്പോഴാണ്, ദൈവവചനം വാഗൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം തന്നെ പ്രകാശമാണ്. ആ പ്രകാശത്തിലൂടെ നാം ജീവിക്കുമ്പോഴാണ് നമുക്കും വലിയ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നതായി, പ്രകാശത്തിലേക്ക് നാം കടന്നു പോകുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, നാം അത് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ നാം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നാം ഇന്ന് അന്ധകാരത്തിന്റെ അവസ്ഥയിൽ, പിശാചിന്റെ ആധിക്യത്തിന്റെ അവസ്ഥയിൽ നാം കടന്നു പോകും. നാം സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം നന്മകൾ പ്രാപിക്കുകയില്ല. പിശാചിന്റെ അധീനതയിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് നന്മകൾ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. ഈ ലോകത്ത് നോക്കുമ്പോൾ നമുക്ക് പലരെയും കാണുവാൻ സാധിക്കും. അവർ ക്രിസ്തുവിനെ അറിയാതിരുന്നിട്ടും അവർ ഉയർച്ച പ്രാപിക്കുന്നു. ഈ ലോകത്തുള്ള നന്മകൾ നേടുന്നു. ഈ ലോകത്തുള്ള വലിയ നേട്ടങ്ങൾ പ്രാപിക്കുന്നു. അവർ ഉയർച്ച പ്രാപിക്കുന്നു, ധനവാനായി തീരുന്നു, ധനാഢ്യനായി ജീവിക്കുന്നു, ഉന്നത നിലവാരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഒത്തിരിയും നിലയുള്ള കെട്ടിടങ്ങൾ അവർ ഉപയോഗിക്കുന്നു. ഒത്തിരിയും ഉയർച്ചകൾ നമ്മുടെ മുമ്പേ കാണുവാൻ സാധിക്കും. പക്ഷേ
അതെല്ലാം ഈ ലോകം തരുന്ന ഉയർച്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന നന്മ എന്നത് നിത്യജീവന് അവകാശം നാം പ്രാപിക്കുക എന്നുള്ളതാണ്. ആ നിത്യജീവന് നാം അവകാശമായി തീർന്നില്ലെങ്കിൽ ഈ ലോകത്ത് എന്തു നേടിയിട്ടും ഒരു കാര്യവുമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം നിത്യജീവന് അവകാശമാക്കുവാൻ തക്കവണ്ണം നാം എങ്ങനെ ജീവിക്കണമെന്ന് ദൈവവചനം അനുസരിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ, കർത്താവിന്റെ ആ പ്രകാശം നമ്മോടൊപ്പം ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കഷ്ടമുണ്ടാകും. കാരണം ദൈവത്തിന്റെ പ്രകാശത്തെ ലക്ഷ്യം വെച്ച് ആ പ്രകാശത്തിലേക്ക് നാം എത്തിച്ചേരുവാനായിട്ട്, നാം ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ലക്ഷ്യം വെക്കുമ്പോൾ പിശാച് നമ്മെ വളരെയധികം പ്രയാസപ്പെടുത്തുവാൻ ചിലപ്പോൾ ഭവനത്തിലുള്ള വ്യക്തി ജീവിതങ്ങളെ കൊണ്ട് തന്നെയായിരിക്കാം. ഏറ്റവും കൂടുതലും ഭവനത്തിലുള്ള വ്യക്തി ജീവിതങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മെ പ്രശ്നത്തിലേക്ക്, പ്രയാസത്തിലേക്ക്, നമ്മുടെ വേദനയിലേക്ക്, കണ്ണുനീരിലേക്ക് ഒക്കെ കൊണ്ടുപോകുവാൻ പിശാച് ശ്രമിക്കുന്നത്, നമ്മെ തകർക്കുവാൻ നോക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിലൂടെ ആയിരിക്കും, നമ്മുടെ ബന്ധുക്കളിലൂടെ ആയിരിക്കും, നമ്മുടെ ഫ്രണ്ട്സിലൂടെ ആയിരിക്കും ഒക്കെ നമ്മെ തകർക്കുവാൻ പിശാച് നോക്കുന്നത്. എന്നാൽ അതൊന്നും നാം വകവയ്ക്കാതെ, അതൊന്നും നാം മൈൻഡ് ചെയ്യാതെ നമ്മുടെ കർത്താവിനെ ലക്ഷ്യം വെച്ച്, കർത്താവാകുന്ന ആ പ്രകാശത്തെ നാം ലക്ഷ്യം വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും. പിശാച് എങ്ങനെ ആ പ്രകാശത്തിലേക്ക് നാം എത്തിച്ചേരാതിരിക്കാം എന്ന് നോക്കി പിശാച് നമ്മെ തകർക്കുവാൻ നല്ലതുപോലെ ശ്രമിക്കും, നല്ലതുപോലെ. പക്ഷെ അതൊക്കെ നാം മൈൻഡ് ചെയ്യാതെ നമ്മുടെ ലക്ഷ്യം കർത്താവ് എന്ന ആ പ്രകാശത്തിന്റെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളതായിരിക്കണം. കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ ആ വലിയ നന്മ, വലിയ അനുഗ്രഹം, വലിയ വിടുതൽ ഒക്കെ നാം പ്രാപിക്കുവാൻ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ജീവകിരീടം പ്രാപിക്കുക എന്നുള്ള ആ ലക്ഷ്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഈ ലോകത്തുള്ള ഒരു നന്മയൊക്കെയുമായിരിക്കരുത്, ഈ ലോകത്തുള്ള ഒരു നേട്ടവുമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുക, കർത്താവിനോടൊപ്പം ചേർന്നിരിക്കുക, കർത്താവിൻ്റെ നിത്യത അവകാശമായി തീരുക, കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ ജീവകിരീടം നാം പ്രാപിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ലക്ഷ്യമാക്കി വെക്കേണ്ടത്. അതിന് നാം എന്തു ചെയ്യണം? കർത്താവിനെ മുറുകെ പിടിക്കണം, വചനത്തെ മുറുകെ പിടിക്കണം, ആ വചനത്തെ മുറുകെ പിടിക്കണം. ആ വചനത്തിലൂടെ മാത്രമേ ജീവന്റെ ഉറവ് ഉള്ളൂ. ആ ജീവന്റെ ഉറവ് നാം നേടിയെടുക്കണം, ആ ജീവന്റെ ഉറവ് നാം നേടിയെടുക്കണം. ആ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ നാം ആഗ്രഹിക്കണം. ആ പ്രകാശം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നാം കാത്തു സൂക്ഷിക്കണം. ആ ജീവന്റെ ഉറവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നാം കാത്തു സൂക്ഷിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരും. മറ്റുള്ളവർ നോക്കുമ്പോൾ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകില്ലായിരിക്കാം, നമുക്കൊരു സ്ഥാനവും മാനവും ഒന്നും ഉണ്ടാകില്ലായിരിക്കാം. ലോകത്ത് മറ്റുള്ളവർ നോക്കുമ്പോൾ നാം പ്രശ്നത്തിലൂടെ, പ്രതികൂലത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ, മറ്റുള്ളവരുടെ മറ്റുള്ളവർ നമ്മെ താഴ്ത്തി കെട്ടുന്നതിലൂടെ, നമ്മെ നോക്കി പരിഹസിക്കുന്നതിലൂടെ, നമ്മെ നോക്കി നിന്ദിക്കുന്നതിലൂടെ ഒക്കെ ആയിരിക്കും നാം കടന്നു പോകുന്നത്. എന്നാലും നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. നാം ഏതെല്ലാം അവസ്ഥയിലൂടെ കടന്നു പോയാലും, ആരൊക്കെ നമ്മെ നിന്ദിച്ചാലും, ആരൊക്കെ നമ്മെ പരിഹസിച്ചാലും, ആരൊക്കെ നമ്മെ വേദനിപ്പിച്ചാലും, ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മെ സഹായിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ അന്തരാത്മാവിൽ നാം കൂടെ ഇരിക്കണം. അങ്ങനെ ഇരുന്നാൽ തീർച്ചയായും ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നമുക്ക് വച്ചിരിക്കുന്നതായ ആ ജീവകിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി നാം മാറുവാൻ ഇടയായിത്തീരും. എല്ലാവരും തള്ളിക്കളയും, എല്ലാവരും ഉപേക്ഷിക്കും, പക്ഷെ ദൈവം നമ്മെ ഉപേക്ഷിക്കത്തില്ല.
ആര് തള്ളിക്കളഞ്ഞാലും ആര് ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്തവനാണ് നമ്മുടെ യേശു കർത്താവ്. യേശു കർത്താവ് മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ, മറ്റുള്ളവർ വേണ്ട എന്ന് ചപ്പെന്നും ചവറെന്നും എണ്ണി തുപ്പിക്കളഞ്ഞതായ ഓരോ വ്യക്തി ജീവിതങ്ങളെയുമാണ് യേശു കർത്താവ് തന്നോടൊപ്പം ചേർത്ത് പിടിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ്. യേശു കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണ്. ആ കർത്താവിനെ മാത്രം ലക്ഷ്യം വെച്ച് നമ്മുടെ ജീവിതം നാം നയിക്കുകയാണെങ്കിൽ ജീവകിരീടം പ്രാപിക്കുവാൻ, ആ പ്രകാശത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും. അതിനായി ദൈവം നിങ്ങളെ ഏവരെയും ഒരുക്കട്ടെ, അതിനായി നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.